+2 എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിലെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ, ആ ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഒരു ഉപഭോക്താവിൻ്റെ പെരുമാറ്റവുമായി ബന്ധപ്പെടുത്തി വിവിധ തലത്തിലുള്ള ആസ്പെക്ട്സുകൾ നമ്മളവിടെ ഈ ഓൺലൈൻ ക്ലാസ് റൂമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വെച്ചിരിക്കുക. ഇന്ന് ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് പറഞ്ഞത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണെന്നും അവിടെ ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി വെച്ചുകൊണ്ട് 5 റെസ്പോൺസസിനെ കുറിച്ചൊക്കെ അതിൻ്റെ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻസൊക്കെ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. ഇന്ന് മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്ന അളക്കുന്നതിൻ്റെ വിവിധ മെത്തേഡുകളെക്കുറിച്ചും അതുപോലെ ഇലാസ്റ്റിസിറ്റിയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് നമ്മൾക്ക് പറയാനുള്ളത്. ഇന്നത്തോടു കൂടി തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പൂർത്തിയാക്കുകയാണ്. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് മെഷർ ചെയ്യാനുള്ള മെത്തേഡുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തൊക്കെ മെത്തേഡുകളാണ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ളത്? ഇതാണ് കാര്യമായിട്ട് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നിടത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആ ചാപ്റ്ററിലെ അവസാന ഭാഗമാണത്. എന്തൊക്കെ രീതികളിലൂടെയാണ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാൻ പറ്റുക? പ്രധാനമായും 3 മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തത് പെർസെൻറ്റേജ് മെത്തേഡാണ്, ശതമാന രീതി എന്ന് പറയുന്നത്. മറ്റൊരെണ്ണം ലീനിയർ ഡിമാൻഡ് കർവിലൂടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നതാണ്. അവിടെയാണ് ജിയോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പരിചയപ്പെടുന്നത്. വേറൊരെണ്ണം എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. അത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തേത് പെർസെൻറ്റേജ് മെത്തേഡ്. പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ശതമാന രീതി എന്നുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നിടത്ത് ഒരു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നിടത്ത് പെർസെൻറ്റേജ് ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. Elasticity of demand is equal to percentage change in quantity demanded by percentage change in price. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞതാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഒരു വസ്തുവിൻ്റെ വില മാറിയപ്പോൾ ഡിമാൻഡ് മാറി, ആ മാറിയ എത്രയാണെന്നുള്ളത് ഡിവൈഡഡ് ബൈ വില മാറുന്നതിന് മുൻപ് ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്നത് എത്രയാണെന്നുള്ളത്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ചേഞ്ച് ചെയ്ത ക്വാണ്ടിറ്റി ഡെൽറ്റ ക്യൂ ബൈ ആദ്യത്തെ ക്വാണ്ടിറ്റി ക്യൂ. ഡെൽറ്റ എന്ന് പറയുമ്പോൾ മിക്കതും ചേഞ്ച് ചെയ്തത് എന്നുള്ളതിൽ അവിടെ നമുക്ക് ഉദ്ദേശിക്കാം. അപ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ എന്ന് പറഞ്ഞത്. ഇനി ഇതുപോലെ പെർസെൻറ്റേജ് ചേഞ്ച്, ഇത് ഇൻറ്റു 100 ഉണ്ട് കേട്ടോ, ഇത് പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 100. ഇതുപോലെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ പ്രൈസ്. ഇതുപോലെ തന്നെ എഴുതാം, ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ പ്രൈസ്. ചേഞ്ച് ഇൻ പ്രൈസ്, ചേഞ്ച് ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ആദ്യത്തെ പ്രൈസ് പി ഇൻറ്റു 100. ഇങ്ങനെ ഇവിടെ ഒരു കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിനെ നമ്മൾക്കൊന്ന് സോൾവ് ചെയ്ത് ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കുകയാണ്, ഇത് മാത്രം നിലനിർത്തുകയാണ്.
ഇതൊക്കെ ഒന്ന് വായിച്ചെടുക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് എഴുതാമല്ലോ. ഇതാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണല്ലോ ഇത്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നതാണ് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറയുന്നത് ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100. ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക, ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ബൈ പി ഇങ്ങനെ മാറ്റി എഴുതാമല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ഇൻറ്റു 100 അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ ഈ 100 ഇൻറ്റു 100 എന്നുള്ളത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ബൈ പി അല്ലേ ഡിവൈഡ് ചെയ്യുന്നത് ഇങ്ങനെ എഴുതി. അതിനെ നമ്മൾക്ക് മാറ്റി എഴുതാം കാൽക്കുലേഷൻ എളുപ്പത്തിന്. ചേഞ്ച് ചെയ്തതൊക്കെ ഒരു ഭാഗത്തേക്ക് കൊടുക്കുന്നു. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ഇങ്ങനെ ആക്കി എഴുതാം. ഇതാണ് പെർസെൻറ്റേജ് മെത്തേഡിൽ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ വിട്ടുപോകരുത്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതിലേക്കുള്ള ഡെറിവേഷനൊന്നും കാര്യമായിട്ട് നോക്കണമെന്നില്ല. എന്നിരുന്നാലും അത് ഓർത്ത് വെക്കുക കേട്ടോ. ഈ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ബൈ പി ഇൻറ്റു പി ബൈ ക്യൂ ഇതാണ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള പെർസെൻറ്റേജ് മെത്തേഡിൽ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി ഇത് പ്രകാരം നമുക്കൊരു വർക്ക് നോക്കി നോക്കാം. അതോടുകൂടി അത് ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ഫ്രം ₹60 to ₹70 ആൻഡ് ഡിമാൻഡ് ഡിക്രീസസ് ഫ്രം 100 liters to 80 liters. കാൽക്കുലേറ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് പെട്രോൾ. ഇവിടെ പെട്രോളിൻ്റെ പ്രൈസ് 60 രൂപയിൽ നിന്ന് 70 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ പെട്രോളിനുള്ള ഡിമാൻഡ് 100 ലിറ്റർ നിന്ന് 80 ലിറ്ററായിട്ട് കുറയുന്നു. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഏതാണ് ഡിഗ്രി എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചല്ലോ. ആ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. പെർസെൻറ്റേജ് മെത്തേഡിൽ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇതിൽ ഓരോന്നും ആ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്താൽ മതി. പെട്രോളിൻ്റെ പ്രൈസ് 60 നിന്ന് 70 ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ 60 എന്ന് പറയുന്നത് ആദ്യത്തെ പ്രൈസാണ്. പി എന്ന് പറയുന്നത് 60 ഇനീഷ്യൽ പ്രൈസ്. അത് 70 ഇൻക്രീസ് ചെയ്യുക എന്ന് പറയാം. അവിടെ ചേഞ്ച് ചെയ്ത പ്രൈസ് എത്രയാണ്? ഡെൽറ്റ പി എന്ന് പറയുന്നത് 60 നിന്ന് 70 ആകുമ്പോൾ 10 രൂപയാണ് ചേഞ്ച് ചെയ്യുക അല്ലേ. അതാണ് ഡെൽറ്റ പി എന്ന് പറയുന്നത് 10. ഇനി ക്വാണ്ടിറ്റി ക്യൂ എന്ന് പറയുന്നത് 60 നിന്ന് 70 പെട്രോളിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ പെട്രോളിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ് സംഭവിച്ചത്? 100 ലിറ്ററിൽ നിന്ന് 80 ലിറ്ററായിട്ട് കുറഞ്ഞു. ആദ്യം ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണ്? ഇനീഷ്യൽ അതായത് ക്യൂ എന്ന് പറയുന്നത് 100 ലിറ്റർ അല്ലേ. അത് 80 ലിറ്ററായിട്ട് കുറഞ്ഞു. 100ൽ നിന്ന് 80 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത ക്വാണ്ടിറ്റി എത്രയാണ്? 100ൽ നിന്ന് 80 കുറഞ്ഞപ്പോൾ ചേഞ്ച് ചെയ്തത് 20 ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്തത് അല്ലേ. അത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 20. ഇത് ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ളത് വന്നു കഴിഞ്ഞാലും അവിടെ പിയും ഡെൽറ്റ പിയും ക്യൂയും ഡെൽറ്റ ക്യൂയും ആദ്യം തന്നെ നമ്മൾ കണ്ടെത്തുക. ദെൻ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇലാസ്റ്റിസിറ്റി നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എന്ന് പറയുന്നത് 10 ഇൻറ്റു പി എന്ന് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുന്നത് 100. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 1200 ഡിവൈഡഡ് ബൈ 1000 സിക്കൽ ടു 1.2. ഇവിടെ 1.2 എന്ന് പറയുന്നത് ഇത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒന്ന് ലിറ്ററിലാണ് മറ്റൊന്ന് റുപ്പീസിലാണ്. അതുകൊണ്ട് നമ്മളിവിടെ അബ്സല്യൂട്ട് ആയിട്ടുള്ള വാല്യൂ എടുക്കുന്നു 1.2 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇത് ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണെങ്കിലോ യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ 1ന് താഴെയാണെങ്കിലോ 0.5 0.6 ഇൻഇലാസ്റ്റിക് ആണ്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഇവിടെ ലഭിക്കുന്ന വാല്യൂ 0 ആണെങ്കിലോ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഇൻഫിനിറ്റി ആണെങ്കിലോ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇങ്ങനെയാണ് പേഴ്സൻറ്റേജ് മെത്തേഡ് വെച്ചുകൊണ്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇലാസ്റ്റിസിറ്റി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്
മെഷർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയുന്ന ഇക്വേഷനാണ് പെർസെൻറ്റേജ് മെത്തേഡിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ യാതൊരു കാരണവശാലും മറന്നു പോകരുത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ പ്രൈസ് എന്ന് പറയുന്നത് പി എന്നുള്ളതിലേക്ക് കൊടുക്കുക. ചേഞ്ച് ചെയ്തു വന്നത്, വില മാറിയപ്പോൾ എത്രയാണ് മാറ്റം ഉണ്ടായത്, അതാണ് ഡെൽറ്റ പി ആയിട്ട്. ദെൻ ആദ്യത്തെ ക്വാണ്ടിറ്റിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയാണ് മാറ്റം ഉണ്ടായിട്ടുള്ളത് അതാണ് എടുക്കേണ്ടത്, മാറിയ മൊത്തം അളവല്ല കേട്ടോ. ദെൻ ഡെൽറ്റ ക്യൂ അത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് പെർസെൻറ്റേജ് മെത്തേഡ്. അപ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂ 0യോ ഇൻഫിനിറ്റിയോ 1ഓ ഗ്രേറ്റർ ദാൻ 1ഓ ലെസ് ദാൻ 1ഓ അതിനനുസരിച്ച് നമുക്ക് ആ വസ്തുവിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇന്നതാണെന്ന് മെഷർ ചെയ്ത് പറയാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്, പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ്. മെഷർമെൻറ്റ് ഓഫ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ്. ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ വെച്ചുകൊണ്ട് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നതാണ്. അതൊരു ജിയോമെട്രിക്കൽ മെത്തേഡ് കൂടിയാണ്. അത് നമ്മൾ വരച്ചെടുത്ത് ചെയ്യുന്നത് കൂടിയാണല്ലോ. ഇതിനെ നമുക്കൊരു ജിയോമെട്രിക്കൽ മെത്തേഡിൽ കൂടി ചെയ്തു നോക്കാം. അപ്പം ഇവിടെ അല്ലേ ഒരു ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ. നമ്മൾ നേരത്തെ ലീനിയർ ഡിമാൻഡ് കർവ് വരച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റാണ്, ഇത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റാണ്. ഈ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. എന്താ ഇക്വേഷൻ? Q ഈസ് ഈക്വൽ ടു A മൈനസ് ബി പി. ഇതല്ലേ ലീനിയർ ഡിമാൻഡിൻ്റെ ഇക്വേഷൻ? Q ഈസ് ഈക്വൽ ടു A മൈനസ് ബി പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നോക്കി നോക്കുക. അവിടെയാണ് ഇതല്ലേ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഇത് പ്രൈസ് അല്ലേ. വൈ ആക്സിസിൽ പ്രൈസും എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റിയും. ഇവിടെ ക്വാണ്ടിറ്റി 0 ആവുക ഈ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ. അപ്പോൾ 0 എന്നുള്ളത് ഇവിടെ നമ്മൾ കൊടുത്തിട്ട് A മൈനസ് ബി പി എന്ന് കൊടുത്താൽ ഈ മൈനസ് ബി പിയെ നമ്മൾ ഇക്വേഷൻ്റെ ഇപ്പുറം കൊണ്ടുവരികയാണെങ്കിൽ ബി പി ഈസ് ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു എ ബൈ ബി എന്ന് പറയുന്നത് അല്ലേ. എ ബൈ ബി ആണ് ഇവിടെ കിട്ടുക. ഇനി ഇവിടെ നോക്കി നോക്കൂ, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൽ ഇവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ. പ്രൈസ് എന്ന് പറയുന്നത് 0 അല്ല ഈ വൈ ആക്സിസിലേക്ക്. അത് നമുക്ക് ഇതേ ഇക്വേഷൻസിൽ കൊടുത്ത് നോക്കുക. Q ഈസ് ഈക്വൽ ടു A മൈനസ് ബി പി എന്ന് പറയുന്നിടത്ത് Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി നമുക്കറിയില്ല. Q ഈസ് ഈക്വൽ ടു A മൈനസ് ബി ഇൻറ്റു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക? Q ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണല്ലോ. അപ്പോൾ Q ഈസ് ഈക്വൽ ടു എ. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എയും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എ മൈനസ് ബിയും എന്ന് പറയുന്നത് അത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇത് ലീനിയർ ഡിമാൻഡ് കർവിൽ ഇവിടെ രണ്ടെണ്ണം ലീനിയർ ഡിമാൻഡ് കർവിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്റർ എടുക്കുക എന്ന് പറയുമ്പോൾ എ ബൈ ബി ഇൻറ്റു ഹാഫ് കൊടുത്താൽ മതി. എ ബൈ ബി ഇൻറ്റു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബൈ 2b എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമുക്കിവിടെ ലഭിക്കും. എ ബൈ 2b അല്ലേ. ഇതിൻ്റെ ഹാഫ് ആണെങ്കിലോ എ ഇൻറ്റു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബൈ 2 എന്ന് പറയുന്നത് ഒരു സെൻറ്റർ നമുക്ക് കിട്ടും. ഇത് ഞാനിവിടെ പറഞ്ഞു വെച്ചു എന്നുള്ളൂ ലീനിയർ ഡിമാൻഡ് കർവിൽ. ഇത് നമുക്കിനി മെഷർ ചെയ്യുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നതിന് മുന്നേ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ജിയോമെട്രിക് മെത്തേഡിൽ ലീനിയർ ഡിമാൻഡ് കർവിൽ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഒരു ലീനിയർ ഡിമാൻഡ് കർവ് ഇത് തന്നെയാണല്ലോ. അല്ലേ. ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും. ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നതിന് നമ്മളൊരു ഒരു 20 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ ഈ ഒരു ലെങ്ത്ത് ഡിമാൻഡ് കർവിൻ്റെ ലെങ്ത്ത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഇ ഡി കാണാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ലോവർ സെഗ്മെൻറ്റ് ഇത് എഴുതി വെച്ചാൽ മതി, ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ്.
ഇ ഡി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനോ ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ്. ലോവർ സെഗ്മെൻറ്റ് ഇതിന് ഞാനിവിടെ ഈ ലീനിയർ ഡിമാൻഡ് കർവിന് ഇവിടെ എ എന്ന് പറയുന്ന പോയിൻറ്റും ഇവിടെ ബി എന്ന് പറയുന്നൊരു പോയിൻറ്റും കൊടുത്തു. ഈ ലീനിയർ ഡിമാൻഡ് കർവിൽ എയും ബിയും, എ ബി എന്ന് പറയുന്ന ഒരു ലീനിയർ ഡിമാൻഡ് കർവാണ്. ഈ ഒരു പോയിൻ്റ് എടുത്ത് നോക്കുക. ഇതിൽ ഓരോ പോയിൻറ്റുകളിലും ഇലാസ്റ്റിസിറ്റി എത്രയാവും എന്നുള്ളതാണ് നമ്മളിവിടെ ജിയോമെട്രിക് മെത്തേഡ് വെച്ചുകൊണ്ട് മെഷർ ചെയ്യുന്നത്. ഈ ഒരു പോയിൻ്റ് എടുത്ത് നോക്കുക. ഈ ഒരു പോയിൻറ്റിൻ്റെ ലോവർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയുണ്ട് അല്ലേ, 20 സെൻറ്റിമീറ്റർ ഉണ്ട് ലോവർ സെഗ്മെൻറ്റ്. ഇതിൽ പറയുന്ന പോലെ 20 സെൻറ്റിമീറ്ററാണ്. ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടുണ്ടോ, എയുടെ മുകളിലേക്ക് 0 ആണ് അല്ലേ, 0. 20 ഡിവൈഡഡ് ബൈ 0 അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടുക? ഏതൊരു വാല്യൂവിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇൻഫിനിറ്റി ആയിരിക്കും കിട്ടുന്നത്, അതൊരു ഇൻഫിനിറ്റി. അതുകൊണ്ട് ഈ പോയിൻറ്റിനെ നമുക്ക് ഇൻഫിനിറ്റി പോയിൻ്റ് എന്നുള്ളത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പോയിൻ്റ് എടുത്ത് നോക്കുക, ബി എന്ന് പറയുന്ന പോയിൻ്റ്. ഈ ബി എന്നൊരു പോയിൻ്റ് എടുത്ത് നോക്കുക. ബി എന്ന പോയിൻറ്റിൽ ലോവർ സെഗ്മെൻറ്റ് എത്ര? ഈ ബിയുടെ താഴേക്ക് എത്രയെങ്കിലും ഉണ്ടോ? ഇല്ല. ലോവർ സെഗ്മെൻറ്റ് 0 ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് എത്ര? ബിയുടെ മുകളിലേക്ക് ഇത് 20 സെൻറ്റിമീറ്ററിൻ്റെ അല്ലേ, അപ്പോൾ 20 അല്ലേ, 20. 0യെ ഏത് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ, ഇസിക്കൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റ് 0 ആണ്. ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി 0, ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മിഡിൽ പോയിൻ്റ് എടുത്ത് നോക്കുക. ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഇതൊരു 10 സെൻറ്റിമീറ്റർ ആണെന്ന് വെക്കുക. ഇതിൻ്റെ ഒരു മിഡിൽ, ഇതൊരു മിഡിൽ പോയിൻ്റ്, ഇതാണ് മിഡിൽ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ സി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കൊടുത്തു. സി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും? ഈ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ മിഡിൽ പോയിൻ്റാണിത് സി. ഇവിടെ നിന്ന് ലോവർ സെഗ്മെൻറ്റ് 10 അല്ലേ, ഇത് 20 സെൻറ്റിമീറ്ററിൻ്റെ ആണല്ലോ. അപ്പോൾ ലോവർ സെഗ്മെൻറ്റ് 10, അപ്പർ സെഗ്മെൻറ്റോ അതും 10. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എത്ര? 10 ഡിവൈഡഡ് ബൈ 10 ഇസിക്കൽ ടു 1. ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി ഏതായിരിക്കും? ഇ ഡി ഇസിക്കൽ ടു 1. അവിടെ 1 ആണ് കിട്ടുക അല്ലേ. ഇനി ഇവിടെ ഒരു ഇ എന്ന് പറയുന്നൊരു പോയിൻ്റ് ഇവിടെ, അതായത് ഈ മിഡിൽ പോയിൻറ്റിൻ്റെ മുകളിലും ഇൻഫിനിറ്റിയുടെയും ഇതിൻ്റെ ഇടയിൽ ഏതൊരു പോയിൻ്റ് കൊടുക്കുക, ഏതൊരു പോയിൻ്റ് ആണെങ്കിലും ഇവിടുത്തെ ലോവർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഉണ്ടാവും. അപ്പർ സെഗ്മെൻറ്റ് കുറച്ചാണ്, ലോവർ സെഗ്മെൻറ്റ് കൂടുതലാണ്, ഒരു 15. അപ്പർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് വെക്കുക. 15 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടുക? 3. ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി ഇവിടെ ലോവർ ഈ പോയിൻ്റ് ആണെങ്കിലും ഈ പോയിൻ്റ് ആണെങ്കിലും ഒക്കെ ലോവർ സെഗ്മെൻറ്റ് കൂടുതലാണ്, അപ്പർ സെഗ്മെൻറ്റ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ 1ന് മുകളിലാണ് കിട്ടുക. ഇത് 15/5 ആവാം, അല്ലെങ്കിൽ 12/8 ആവാം, എന്തായാലും 10ന് മുകളിലാണ്. ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഏത് പോയിൻറ്റും ലോവർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 10ന് മുകളിലായിരിക്കും. ഇവിടെയുള്ള 10, ഇവിടുന്ന് ലോവർ സെഗ്മെൻറ്റ് എപ്പോഴും 10ന് മുകളിലായിരിക്കും, അപ്പർ സെഗ്മെൻറ്റ് 10ന് താഴെയായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അവിടെ കിട്ടുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇ ഡി എന്ന് പറയുന്നത്, ഇ എന്ന് പറയുന്ന ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടുത്തെ ഇ ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1. ഇനി ഇങ്ങോട്ടാണെങ്കിലോ നേരെ തിരിച്ച് ഡി എന്ന് പറയുന്നൊരു പോയിൻ്റ്, ഡി എന്ന് പറയുന്നൊരു പോയിൻ്റ്, ഇവിടുത്തെ ലോവർ സെഗ്മെൻറ്റ് കുറവും അപ്പർ സെഗ്മെൻറ്റ് കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡി അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇ ഡി ലെസ് ദാൻ 1 ആയിരിക്കും കിട്ടുക. ഇവിടെ ഒരു ഡിമാൻഡ് കർവിലെ ജിയോമെട്രിക് മെത്തേഡ് വെച്ചുകൊണ്ട് ഇ ഡി ഈസ് ഈക്വൽ ടു ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ നമ്മളൊരു ഡിമാൻഡ് കർവിൻ്റെ വിവിധ പോയിൻറ്റുകളിൽ അവിടുത്തെ ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മെഷർ ചെയ്തത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന പോയിൻ്റ് അത് ഇൻഫിനിറ്റി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും ആ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കർവ് പോകുന്നത്. ഇതിനിങ്ങനെ നേരെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് നമ്മൾ നേരത്തെ വരച്ചത് അങ്ങനെയല്ലേ. ബി ഇവിടെ ഈ ഒരു പോയിൻ്റ് ഇസിക്കൽ ടു 0, ഇ ഡി ഇസിക്കൽ ടു 0 പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഇവിടുന്ന് ഇലാസ്റ്റിസിറ്റി ഇവിടെ ഡിമാൻഡ് കർവ് ഇങ്ങനെ മുകളിലേക്ക് വൈ ആക്സിസ് ആയിട്ടാണ് നമ്മൾ വരച്ചത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് 0. ഇനി ഈ ഒരു പോയിൻ്റ് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്, ഹൈപ്പർബോള അല്ലേ, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള നമ്മൾ വരച്ചിരുന്നു. യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ്. ഇ ഡി ഇസിക്കൽ ടു 1. ഇവിടെയോ ഇ ഡി ഗ്രേറ്റർ ദാൻ 1, ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നതിനെ നമുക്ക് പറയാം. ഇവിടെയോ ഇവിടെ ഡി എന്ന് പറയുന്ന പോയിൻ്റോ ഇ ഡി ലെസ് ദാൻ 1,
റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിമാൻഡ് കർവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവിടുത്തെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജിയോമെട്രിക് മെത്തേഡ്. അതിൻ്റെ ഇക്വേഷനാണ് ഇ ഡി ഈക്വൽ ടു ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകരുത്. ഒരു ഡിമാൻഡ് കർവ് വരക്കുന്നു, അവിടെ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ലോവർ സെഗ്മെൻറ്റ് ഇങ്ങോട്ട് എ ബി എന്ന് പറയുന്നൊരു പേര് കൊടുത്തു. ലോവർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് താഴേക്കുള്ളത് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് മുകളിലേക്ക് 0 ആണ്. അപ്പോൾ ലോവർ സെഗ്മെൻറ്റ് 20 ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് 0. അവിടെ ഇൻഫിനിറ്റി കിട്ടി. ഇവിടെ നമ്മൾ നേരെ തിരിച്ച് ചെയ്തു അല്ലേ. അതുപോലെ ഓരോ പോയിൻറ്റുകൾ വളരെ എളുപ്പമായിട്ട് നമ്മൾക്ക് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ജിയോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡിലേക്ക് നോക്കാം. എക്സ്പെൻഡിച്ചർ മെത്തേഡ്, വ്യയമാന രീതി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ വില മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകും. അത് ഒരു വ്യക്തിയുടെ എക്സ്പെൻഡിച്ചറിൽ എന്ത് മാറ്റം ഉണ്ടാക്കും? എക്സ്പെൻഡിച്ചർ കൂട്ടുന്നുണ്ടോ, എക്സ്പെൻഡിച്ചർ കുറക്കുന്നുണ്ടോ, എക്സ്പെൻഡിച്ചർ അതേപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണോ? എങ്ങനെയാണ് ഒരാളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഒരാളുടെ ചിലവ് എന്ന് പറയുന്നത് അദ്ദേഹം വാങ്ങുന്ന വസ്തുവിൻ്റെ വിലയും ആ വസ്തുവിൻ്റെ അളവുമാണ്. ഒരു വസ്തു വാങ്ങുന്ന അദ്ദേഹം എക്സ് എന്ന് പറയുന്നൊരു വസ്തു വാങ്ങുന്നു, അതിൻ്റെ വില 10 രൂപയാണ്. അദ്ദേഹം 2 യൂണിറ്റാണ് വാങ്ങുന്നതെങ്കിൽ 20 അതിൻ്റെ എക്സ്പെൻഡിച്ചർ അല്ലേ. ഇതുപോലെ ഒരു വസ്തുവിൻ്റെ വില 10 രൂപയാണ്, അദ്ദേഹം 10 യൂണിറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ 100 അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചർ. വില എന്ന് പറഞ്ഞാൽ 10 രൂപയിൽ നിന്ന് 12 രൂപയായിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ വില വർദ്ധിച്ചു. അദ്ദേഹം 1 യൂണിറ്റേ വാങ്ങിയുള്ളെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 12. ഇവിടെ എക്സ്പെൻഡിച്ചർ 20 നിന്ന് 12 കുറയല്ലേ ചെയ്തത്. ഇത് വേണമെങ്കിൽ മാറി സംഭവിക്കാം. 12 രൂപയായിട്ട് വില വർദ്ധിച്ചപ്പോൾ അദ്ദേഹം 3 യൂണിറ്റ് വാങ്ങാം. അത് വസ്തുവിനനുസരിച്ചിരിക്കും. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഒരു വസ്തുവിൻ്റെ വില മാറുമ്പോൾ വില വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യട്ടെ, അവിടെ എക്സ്പെൻഡിച്ചറിൻ്റെ മാറ്റം, അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ മാറ്റം നോക്കിയിട്ട് അവിടെ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ടേബിളിലൂടെ വളരെ എളുപ്പം തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. നോക്കാം. ഇവിടെ വസ്തുവിൻ്റെ എക്സ് എന്ന് പറയുന്ന വസ്തുവിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുക 11, 12, 15, 21. എന്നാൽ ഈ ഒരളവിൽ അദ്ദേഹം ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് 11 രൂപയുള്ളപ്പോൾ അദ്ദേഹം 6 യൂണിറ്റ് വാങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. 11 രൂപയുള്ളപ്പോൾ അദ്ദേഹം 6 യൂണിറ്റ് വാങ്ങുന്നു. ആ വസ്തുവിൻ്റെ വില എക്സിൻ്റെ വില 12 രൂപയായപ്പോൾ അദ്ദേഹം അത് ഡിമാൻഡ് ഒന്ന് കുറച്ചു. 15 രൂപയായപ്പോൾ ഒന്നുകൂടി ഡിമാൻഡ് കുറച്ചു. 21 രൂപയായപ്പോൾ അദ്ദേഹം ആ വസ്തുവിൻ്റെ അളവ് ഒന്നുകൂടി കുറച്ചു. ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ ഇനി നോക്കുക. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അത് എങ്ങനെ കാണുക? ഇങ്ങനെയല്ലേ, പ്രൈസ് പി ഇൻറ്റു ക്യൂ. 11 ഇൻറ്റു 6 66, 12 ഇൻറ്റു 5 അല്ലേ 60, 15 ഇൻറ്റു 4 60, 21 ഇൻറ്റു 3 63. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വില വർദ്ധിക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചറിലുള്ള മാറ്റങ്ങൾ നോക്കിയിട്ട് എന്ത് പറയാൻ സാധിക്കും? ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് മെഷർ ചെയ്യാൻ സാധിക്കും. 11 രൂപയിൽ നിന്ന് 12 രൂപയായിട്ട് ആ വസ്തുവിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചർ 66 രൂപയിൽ നിന്ന് 60 രൂപയായിട്ട് കുറയാണ് ചെയ്തത്, മൊത്തം എക്സ്പെൻഡിച്ചർ അല്ലേ. ഇവിടെ വില വർദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കുറയാണ് ചെയ്തത്, വിലക്ക് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഇലാസ്റ്റിക്കാണ്. വില മാറുമ്പോൾ അതിനനുസരിച്ചൊരു എതിരെ അതിന് മാറ്റമുണ്ടാവുക, വലിയൊരു മാറ്റമുണ്ടായി. മറ്റൊന്ന് 12 നിന്ന് 15 രൂപയായിട്ട് അത് വീണ്ടും വില മാറുമ്പോൾ അവിടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വില മാറുന്നു, അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിൽ മാറ്റമില്ല. 60 രൂപ 12 രൂപ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം 60 രൂപ ചിലവ് ചെയ്തിരുന്നു. അത് 15 രൂപയായപ്പോഴും 60 രൂപ തന്നെ അദ്ദേഹം ചിലവ് ചെയ്യുന്നുണ്ട്. വസ്തുവിൻ്റെ അളവ് കുറച്ചു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മൊത്തം ചിലവ് എന്ന് പറയുന്നത് എന്തുണ്ടായിട്ടില്ല? മാറ്റം ഉണ്ടായിട്ടില്ല. ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, യൂണിറ്ററി ആണ്. എന്നാൽ അടുത്തതിലേക്ക് വരുമ്പോഴോ വില വീണ്ടും വർദ്ധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചറോ വർദ്ധിക്കുന്നു. എന്നാൽ വിലക്ക് ആനുപാതികമായിട്ട് വിലക്ക് അതേ ഡയറക്ഷനിൽ തന്നെ എക്സ്പെൻഡിച്ചറും കൂടുന്നു. വില കൂടുന്നു, വിലയിലെ മാറ്റത്തിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് എക്സ്പെൻഡിച്ചറിൻ്റെയും മാറ്റമെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ പ്രൈസിലുണ്ടാകുന്ന മാറ്റം
അത് എക്സ്പെൻഡിച്ചറിലുണ്ടാക്കുന്ന മാറ്റം, ഒരു ഉപഭോക്താവിൻ്റെ ചിലവിലുണ്ടാക്കുന്ന മാറ്റം നോക്കിയിട്ട് നമുക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്, എക്സ്പെൻഡിച്ചർ കുറയാണ്. ഈ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറയുന്നു. ഇവിടെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ആക്ഷനാണ് നടക്കുന്നത്. പ്രൈസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഓപ്പോസിറ്റ് റിലേഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ED ഗ്രേറ്റർ ദാൻ 1 ഇലാസ്റ്റിക് ആണ്. അടുത്ത ഘട്ടം നോക്ക്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, എക്സ്പെൻഡിച്ചറിൽ നോ ചേഞ്ച്, അത് ED = 1 കോൺസ്റ്റൻ്റ് ആണ്. എക്സ്പെൻഡിച്ചർ അടുത്തതിൽ സംഭവിക്കുന്നത് എന്താണ്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു സെയിം ഡയറക്ഷനിലാണ് രണ്ടും മൂവ് ചെയ്യുന്നത്. അത് ED < 1. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഘട്ടം അല്ലേ? പ്രൈസ് 15 നിന്ന് 21 ഇൻക്രീസ് ചെയ്യുന്നു, എക്സ്പെൻഡിച്ചർ 60 നിന്ന് 63 ഒരു ചെറിയ മാറ്റം അവിടെ സംഭവിക്കും. അത് റിലേറ്റീവ് ഇൻഇലാസ്റ്റിക് ആണ്. ഇവിടെ സംഭവിച്ചത് വിലയിൽ ചെറിയൊരു വർധനവുണ്ടായപ്പോൾ അദ്ദേഹത്തിന് മൊത്തം ചിലവിൽ വലിയ കുറവ് അദ്ദേഹം വരുത്തി. ഇത് ഇലാസ്റ്റിക് ആണ്. മറ്റൊരെണ്ണം എന്ന് പറയുന്നത് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചറിൽ യാതൊരു മാറ്റവും, നേരത്തെ ഉണ്ടായിരുന്ന അതേ എക്സ്പെൻഡിച്ചർ, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നുള്ളതിൽ ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, വിലയിൽ ചെറുതായി ഒന്ന് വർദ്ധിച്ചപ്പോൾ അദ്ദേഹം എക്സ്പെൻഡിച്ചർ കാര്യമായിട്ട് കുറച്ചു. ആ വസ്തുവിനുള്ള ചിലവ് എന്ന് പറഞ്ഞ കാര്യമായിട്ട് കുറച്ചു. എന്ന് പറഞ്ഞാൽ ആ വസ്തു ഇലാസ്റ്റിക് ആണ്. മറ്റൊന്ന്, വില മാറിയപ്പോൾ അദ്ദേഹം അതിൽ യാതൊരു മാറ്റവും, എക്സ്പെൻഡിച്ചർ നേരത്തെ ഉണ്ടായിരുന്ന അത്ര തന്നെ, അളവ് കുറച്ചിട്ടുണ്ട്, പക്ഷേ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ട് നിർത്തി, അത് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ വില വീണ്ടും വല്ലാതെ വർദ്ധിച്ചപ്പോൾ അദ്ദേഹം എക്സ്പെൻഡിച്ചർ ചെറിയ രീതിയിലൊന്ന് വർദ്ധിപ്പിച്ചു. ഒരേ ഡയറക്ഷനിലാണ് വില വർദ്ധിക്കുമ്പോൾ. ഈ ഡയറക്ഷൻസ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി, ഭാഗം ശ്രദ്ധിച്ചാൽ മതി. വില വർദ്ധിക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറയുകയാണെങ്കിൽ, ഓപ്പോസിറ്റ് റിലേഷൻ ആണെങ്കിൽ അത് ഇലാസ്റ്റിക് ഗുഡ്സ് ആയിരിക്കും, ED > 1 ആയിരിക്കും. വില മാറുമ്പോൾ എക്സ്പെൻഡിച്ചറിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണ്, യൂണിറ്ററി ആണ്. വില മാറുമ്പോൾ അതേ ഡയറക്ഷനിൽ തന്നെയാണ് എക്സ്പെൻഡിച്ചർ മാറുന്നതെങ്കിൽ, വില കൂടുമ്പോൾ അതേ ഇതിൽ എക്സ്പെൻഡിച്ചറും കൂടുകയാണെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് ആണ്. ഈ കാര്യം മാത്രം നോക്കി വെച്ചാൽ മതി. പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി, ഒരു വസ്തുവിൻ്റെ വിലയും അതിൻ്റെ ക്വാണ്ടിറ്റിയും തന്നു, എക്സ്പെൻഡിച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, P/Q. അങ്ങനെ വ്യത്യസ്ത വിലകൾ വരുന്നു, വ്യത്യസ്ത ക്വാണ്ടിറ്റിയും വാങ്ങുന്നതെങ്കിൽ അവിടെ നമുക്ക് എക്സ്പെൻഡിച്ചറും മെഷർ ചെയ്യാൻ സാധിക്കും. അവിടുത്തെ ഡയറക്ഷൻ നോക്കിയിട്ട് ഇലാസ്റ്റിസിറ്റിയും പറയാം. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും, ഇവിടെ പ്രൈസും എക്സ്പെൻഡിച്ചറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് ഇലാസ്റ്റിക് ആണ്. പ്രൈസിൻ്റെ ചേഞ്ചിനനുസരിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എക്സ്പെൻഡിച്ചർ പോകുന്നത്, യൂണിറ്ററി ആണ്. പ്രൈസും എക്സ്പെൻഡിച്ചറും സെയിം ഡയറക്ഷൻസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഓരോ വസ്തുക്കളിലും ഇങ്ങനെ പറയുന്ന വിലയിലുണ്ടാകുന്ന മാറ്റം, ഉപഭോക്താവ് അദ്ദേഹത്തിന് മൊത്തം ചിലവിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 മെത്തേഡുകളാണ്: പെർസെൻറ്റേജ് മെത്തേഡ്, അതുപോലെ ജിയോമെട്രിക് മെത്തേഡ്, അവിടെ ലീനിയർ ഡിമാൻഡ് കർവിലാണ് അവിടെ കണ്ടത്. മറ്റൊരെണ്ണം എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. 3 മെത്തേഡുകൾ. ഇത് കാര്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാന ഭാഗമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ്. ഒരു വസ്തുവിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത്. അവിടെ പ്രധാനമായിട്ടും 6 ഘടകങ്ങളാണ്. അതിലൊന്ന് നേച്ചർ ഓഫ് ദ ഗുഡ്, ആ വസ്തുവിൻ്റെ പ്രകൃതമാണ്. 2 അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആ വസ്തുവിന് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുവിൻ്റെ അവൈലബിലിറ്റിയാണ്. 3 പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദ ഗുഡ്സ്, ഒരു വസ്തു വാങ്ങിക്കുന്നതിന് വേണ്ടി ചിലവ് ചെയ്യുന്ന വരുമാനത്തിൻ്റെ പ്രൊപ്പോർഷനാണ്. 4 ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിൻ്റെ വരുമാനമാണ്. 5 പ്രൈസ് ഓഫ് ദ ഗുഡ്സ്, വസ്തുവിൻ്റെ വിലയാണ്. 6 ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഒരു വസ്തുവിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ 6 ഫാക്ടേഴ്സ് അല്ലേ. ആ ഫാക്ടേഴ്സ് നമുക്കൊന്ന് ഇവിടെ ഒന്ന് വിശദമായിട്ട് നോക്കാം.
ഒന്നാമത്തത് നേച്ചർ ഓഫ് ദ ഗുഡ്സ്. ആ വസ്തുവിൻ്റെ പ്രകൃതമാണ്. ആ വസ്തു ഒരു നെസസറി ഗുഡ്സ് ആണെങ്കിൽ, വളരെ ആവശ്യമായ വസ്തുവാണെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും, ED <1. അത് എന്ത് വില മാറുകയാണെങ്കിൽ കുറയുകയാണെങ്കിൽ ആ മരുന്ന് പോലത്തെ വസ്തുക്കളാണെങ്കിൽ നമ്മളത് വാങ്ങിക്കും. അതാണ് നെസസറി ഗുഡ്സ്. ലക്ഷറി ആണെങ്കിലോ, ആഡംബര വസ്തുവാണെങ്കിലോ സ്വാഭാവികമായിട്ടും അത് ഇലാസ്റ്റിക് ആയിരിക്കും. അതിൻ്റെ വിലക്കനുസരിച്ച് അതിൻ്റെ ഡിമാൻഡിൽ, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റങ്ങൾ കാര്യമായിട്ടുണ്ടാവും. അതാണ് വസ്തുവിൻ്റെ പ്രകൃതം എന്ന് പറയുന്നിടത്ത്. ഇനി രണ്ടാമത്തത് അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു വസ്തു അതിൻ്റെ വില മാറുമ്പോൾ ആ വസ്തു നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിന് പകരം വില കുറഞ്ഞ വസ്തു ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഇലാസ്റ്റിക് ആയിരിക്കും, അല്ലേ? ED <1. ഒരു വസ്തു ചായപ്പൊടി, അതിൻ്റെ വില വല്ലാതെ വർദ്ധിക്കുമ്പോൾ അതിന് പകരം കാപ്പി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഈ വസ്തുവിൻ്റെ ഡിമാൻഡ് കുറക്കും നമ്മൾ, അല്ലേ? അങ്ങനെ ആകുമ്പോൾ അത് ഇലാസ്റ്റിക് ആണ്. ദെൻ നോൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ആണെങ്കിലാ, പകരം വെക്കാൻ പറ്റില്ല എങ്കിലാ, ആ വസ്തുവിൻ്റെ വില എത്ര കൂടിയാലും നമ്മുടെ അതിൻ്റെ ഡിമാൻഡ് കാര്യമായിട്ട് കുറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ED <1 ആയിരിക്കും. ഇതാണ് രണ്ടാമത്തത്, അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂഷൻ. മൂന്നാമത്തത് പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദ ഗുഡ്സ്. ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടി ഒരു ഉപഭോക്താവ് എത്രയാണ് ആ വസ്തുവിന് വേണ്ടി ചിലവ് ചെയ്യുന്ന വരുമാനം. ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം മുഴുവൻ പല വസ്തുക്കൾ വാങ്ങാൻ ചിലവ് ചെയ്യുന്നതാണ്. അതിൽ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര അളവാണ് ഈ വസ്തു വാങ്ങാൻ വേണ്ടി ചിലവ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ചില വസ്തുക്കളുണ്ട്, ഇപ്പോൾ തീപ്പെട്ടിയോ അല്ലെങ്കിൽ ഉപ്പ് അങ്ങനത്തെ പറയുന്ന സാധനങ്ങളൊക്കെ കുറഞ്ഞ വരുമാനം അതിന് ചിലവ് ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ മൊത്തം ചിലവിൽ ചെറിയൊരു ശതമാനം അതിനു വേണ്ടി ചിലവ് ചെയ്യുന്നു. അത്തരം വസ്തുക്കൾ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. എന്നാൽ വലിയൊരു ശതമാനം, നമ്മുടെ വരുമാനത്തിൻ്റെ വലിയൊരു ശതമാനം ചിലവ് ചെയ്യുന്ന പല വസ്തുക്കളുണ്ട്. അതിൻ്റെ വിലയിൽ കാര്യമായി മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡിലും കാര്യമായിട്ടുള്ള മാറ്റം ക്വാണ്ടിറ്റിയിലും ഉണ്ടാവും. അതുകൊണ്ട് അത് ED <, ഇലാസ്റ്റിക് ആയിരിക്കും. നാലാമത്തത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഉപഭോക്താവിൻ്റെ വരുമാനമാണ്. ഒരു വളരെ സമ്പന്നനായ ഒരു ഉപഭോക്താവാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നുള്ള അത് വസ്തുവിൻ്റെ വില മാറുന്നതും കുറയുന്നതിനും അനുസരിച്ച് ഡിമാൻഡിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞത്, ED <1 എന്ന് പറയുന്നത്. എന്നാൽ പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തുവിൻ്റെ വില വല്ലാതെ കൂടുകയാണെങ്കിൽ അദ്ദേഹം കാര്യമായിട്ട് കുറയ്ക്കേണ്ടി വരും. കാരണം അതിന് മാത്രം വരുമാനമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ED എന്തായിരിക്കും? ഇലാസ്റ്റിക് ആയിരിക്കും. വില കൂടുമ്പോൾ കാര്യമായിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കും. വില കുറയുകയാണെങ്കിൽ കൂടുതൽ വാങ്ങുകയും ചെയ്യും. അതാണ് ED <1 എന്ന് പറയുന്നത്. ദെൻ അഞ്ചാമത്തത് പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. ഇനി വസ്തുവിൻ്റെ വിലയാണ്. വളരെ വില കുറഞ്ഞ വസ്തുക്കളാണെങ്കിൽ അതിന് വില ഇനി കുറയുകയോ കൂടുകയൊക്കെ ചെയ്യുമ്പോഴും, ചെറുതായിട്ടൊക്കെ കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും, ED <1 ആയിരിക്കും. എന്നാൽ ഹൈ പ്രൈസ് വസ്തുക്കളുണ്ട്, വില കൂടിയ വസ്തുക്കൾ, അതിൻ്റെ വില വല്ലാതെ കൂടുമ്പോഴും വല്ലാതെ കുറയുമ്പോഴും അത് ഇലാസ്റ്റിക്കുമായിരിക്കും, ED <1. ഇനി ആറാമത്തത് ടൈം പീരീഡാണ്. ലോങ് പീരീഡിൽ ഏതൊരു വസ്തുവിൻ്റെയും ഇലാസ്റ്റിക് ആയിരിക്കും. ലോങ് പീരീഡിൽ അതിന് പകരം ഉപയോഗിക്കാവുന്ന വസ്തുക്കളോ അങ്ങനെ പറയുന്ന മറ്റൊരു പലതും കണ്ടെത്താൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ED <1 ഇലാസ്റ്റിക് ആയിരിക്കും ലോങ് പീരീഡിൽ ഏതൊരു വസ്തുവിൻ്റെയുള്ള ഡിമാൻഡ്. എന്നാൽ ഷോർട്ട് പീരീഡിലാണെങ്കിൽ കുറഞ്ഞ കാലയളവിൽ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പെട്ടെന്ന് കിട്ടണം, ഉപയോഗിക്കണം. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ വിലയിലുണ്ടാകുന്ന കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു വലിയ തോതിലൊന്നും അതിൻ്റെ ഡിമാൻഡിൽ മാറ്റം ഉണ്ടാക്കില്ല, ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ പീരീഡിനും വലിയ പ്രസക്തിയുണ്ട്. ലോങ് പീരീഡിൽ ഇലാസ്റ്റിക് ആണ്, ഷോർട്ട് പീരീഡിൽ ഇൻഇലാസ്റ്റിക് ആണ്. ഇതാണ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ്സ് എന്ന് പറയുന്നിടത്ത് 6 പ്രധാനമായിട്ട് പറയാവുന്നത്. ഇനിയും നമുക്ക് പരിശോധിച്ചാൽ വേറെയും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന മൈക്രോ എക്കണോമിക്സിലെ 2ാമത്തെ ചാപ്റ്റർ. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾക്ക് വളരെ ഫെമിലിയറുമാണ്. ഇതിലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനോട് കണക്ട് ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. പരീക്ഷയുടെ ഒരു ആസ്പെക്ട്സിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററുകളിൽ നിന്ന് വരും. അതിനപ്പുറം പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കേണ്ട കുറേ കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മുഴുവൻ ഈ ചാപ്റ്റർ മൊത്തമായിട്ടൊന്ന് എടുത്ത് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? പഠനം പൂർത്തിയാക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ 2ാമത്തെ ചാപ്റ്ററിലെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറുമായി കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് വർക്കുകൾ നമുക്ക് ചെയ്യണം.
ആ തുടക്കം മുതൽ ഇതുവരെയുള്ള പഠിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഒരു കോൺക്രീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് വർക്കുകൾ നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഈ ചാപ്റ്ററിൻ്റെ തുടക്കം മുതലുള്ള ഇതുവരെയുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്നെടുത്ത് കൃത്യമായി പഠിച്ച് ടെക്സ്റ്റുകളൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തി അതിലെ കാര്യങ്ങളെല്ലാം ഒന്ന് കൃത്യമായിട്ട് നോട്ടിലേക്കൊക്കെ ഒന്ന് എഴുതി നിങ്ങൾ തയ്യാറായിരിക്കുക. അടുത്ത ദിവസം നമ്മൾ ഇതിലെ കുറേ വർക്കുകളുമായിട്ട് നമുക്ക് ചെയ്യണം. അതുവരേക്കും ഓക്കെ, ബൈ.